أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പി മുഹമ്മദ് മാസ്റ്റർ, ഈ പരിപാടിയിലെ മറ്റു വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൊച്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നത്, ആ ലക്ഷ്യം മനോഹരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഈ മദ്രസയിൽ ഇനി പഠിക്കാനിരിക്കുന്ന, ഇതുവരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരു മനോഹരമായ ഒരു തലമുറയായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും കൺകുളിർമ നൽകുന്ന മക്കളായിട്ട് മാറ്റുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നിറഞ്ഞ സദസ്സാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും പ്രവേശനോത്സവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അറിവിന് വേണ്ടി മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അവരുടെ ഭാവിയിൽ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ സുന്നത്തിനെയും അതിന്റെ ബേസ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഒരു ഏടാണ് മദ്രസ വിദ്യാഭ്യാസം എന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ യസ്തവിയൽ ലദീന യഅലമൂന ലദീന ലാ യഅലമൂൻ. അല്ല, അറിവുള്ള മനുഷ്യരും അറിവില്ലാത്ത മനുഷ്യരും സമന്മാരാകുമോ എന്നതാണ് ആ ചോദ്യം. അള്ളാഹുവിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമല്ല, അതിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അറിവുള്ള മനുഷ്യരും അറിവില്ലാത്ത മനുഷ്യരും സമന്മാരാകുമോ എന്ന്. സമന്മാരാകില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികളായി കൊണ്ടേയിരിക്കണം. അറിവന്വേഷിക്കുന്ന, പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന, അങ്ങനെ അപ്ഡേറ്റ് ആകുന്ന, കാലത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ദീനിനെ കുറിച്ച് നല്ല അവഗാഹമുള്ള, പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന, ഇസ്ലാമിന്റെ ചരിത്രത്തെ കുറിച്ച് ബോധ്യമുള്ള, അള്ളാഹുവിന്റെ കർമ്മശാസ്ത്രത്തെ കുറിച്ച്, ആരാധനാനിഷ്ഠയെ കുറിച്ച് ബോധ്യമുള്ള മനുഷ്യരായി തീരുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി വരുന്നതാണ്. അല്ല, അതിന്റെ റൂഹനുസരിച്ച് പഠിക്കണം എന്നതാണ് നമ്മൾ പറയുന്നത്. വെറുതെ എന്തിനാണ് മോനെ നീ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാല്, എന്തിനാണ് മോളെ നീ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഒരു 18 വയസ്സായിട്ട് പോലും കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കാത്തവരായിട്ടല്ല മദ്രസ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത്. എന്തിനാണ് നീ ഹിജാബ് ധരിക്കുന്നത്? എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത്? എന്തിനാണ് നീ നോമ്പനുഷ്ഠിക്കുന്നത്? വൈകുന്നേരം ആകുമ്പോഴേക്ക് 4 അല്ലെങ്കിൽ 3 എണ്ണക്കടികൾ തിന്നാമെന്ന് കരുതിയോ? എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉമ്മാന്റെ നിർബന്ധത്തിന് പാരന്റ്സിന്റെ മുമ്പിൽ ആകെ വഷളാവുമെന്ന് പേടിച്ച് കൂട്ടുകാർ നോമ്പെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്നൊരു ഉത്തരമാണ് നമ്മുടെ മക്കളിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ, നോമ്പ് വ്രതം എന്നതിന്റെ വിശുദ്ധ ഖുർആനിൽ മനോഹരമായിട്ട് വളരെ ചുരുങ്ങിയ ആയത്തുകളിൽ എന്നാൽ നല്ല അകക്കാമ്പോടുകൂടി സംസാരിച്ച ഒരു ആരാധനയെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് എന്താണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള മദ്രസ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്, കഴമ്പുള്ള, അതിന്റെ ആത്മാവ് മനസ്സിലാക്കുന്ന, ഇസ്ലാമിന്റെ ആത്മാവ് മനസ്സിലാക്കുന്നവരായിട്ട് നമ്മുടെ മക്കൾ മാറണം. നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ, എങ്ങനെയാണ് നമസ്കാരത്തിന് വേണ്ടി മക്കളെ ക്ഷണിക്കേണ്ടതെന്ന് പാരന്റ്സിനെ ഇടയ്ക്ക് വിളിച്ച് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്
ഇസ്ലാമിക പ്രസ്ഥാനത്തിന് കീഴിലുള്ളത്. നിങ്ങൾ അടിച്ചും തൊഴിച്ചും അല്ല മക്കളെ നമസ്കരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടത്. മറച്ചേ മോനെ മോളെ, നമസ്കാരം കൃത്യമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യതയും വെടുപ്പും വൃത്തിയുമാണ്. നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 5 വക്തിലും അല്ലാഹുവിനോട് സംസാരിക്കുക മാത്രമല്ല, സ്വന്തത്തെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, 5 നേരവും കുളിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ മാലിന്യമുണ്ടാകും ഇല്ലല്ലോ. 5 വക്തിലും അല്ലാഹുവിനോട് സംസാരിക്കുന്ന, അല്ലാഹുവിനോട് പൊറുക്കലിനെ തോടുന്ന, അല്ലാഹുവിന്റെ മുമ്പിൽ സകല അഹങ്കാരത്തെയും ഇല്ലാതാക്കി വെറും മണ്ണിൽ മനുഷ്യൻ നടക്കുന്ന, മനുഷ്യൻ ചവിട്ടി നടക്കുന്ന, വെറും മണ്ണിൽ ഞാൻ നിന്റെ അടിമ മാത്രമാണ് റബ്ബേ എന്ന മനസ്സോടുകൂടി സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വേറൊരു മനുഷ്യനെ. അപ്പൊ നമസ്കാരത്തിന്റെ അന്തസത്ത ആത്മാവ് ഉൾക്കൊണ്ട മനുഷ്യനാവുക, ആരാധനാ കർമ്മങ്ങളുടെ ആത്മാവ് ഉൾക്കൊണ്ട മനുഷ്യനാവുക. നമ്മൾ എന്തിനാണോ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്നത്, ആ ഇസ്ലാമിനെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, കാഴ്ചവെക്കുക. ഇത് ചില്ലറ കാര്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ സമൂഹത്തില് നിലവില് ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ അനന്തരാവകാശത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ ധാരാളമായിട്ട് നടക്കും. സംശയമുണ്ടോ? ഇല്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖമായ ചില കലാലയങ്ങളിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, അനന്തരാവകാശത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഇരിക്കുന്ന സദസ്സിലെ ആളുകളോട് തന്നെ, അല്ലെങ്കിൽ യങ് ജനറേഷനോട്, പുതിയ തലമുറയോട്, ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടല്ലല്ലോ ഇസ്ലാം സ്വത്ത് വിഹിതം വെക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാല് ശരിയാണല്ലോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചില മറുപടികൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ചില കലാലയങ്ങളിൽ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അല്ലാഹു നീതിമാൻ. അതുകൊണ്ട് അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ പെണ്ണിന് പകുതി നൽകുന്നത് മാറ്റത്തിരുത്തൽ വേണം. എവിടെയോ എന്തോ തെറ്റിപ്പോയെന്നാണ് പഠിച്ചത്. അതുകൊണ്ട് അതെന്ത് ചെയ്യണം, മാറ്റത്തിരുത്തലിന് വിധേയമാക്കണം. ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, ആളുകൾക്ക് വിഹിതം വെക്കണം എന്ന് പറയുമ്പോഴേ ഇത് ഡിബേറ്റ് ചെയ്യുകയും ഇത് വിശ്വസിക്കുകയും ശരിയാണല്ലോ, എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കൂ, അത് ഡിസ്ക്രിമിനേഷൻ അല്ലേ? എന്നിട്ട് നീ എങ്ങനെയാണ് ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കുക എന്ന് ഒരു മുസ്ലിം പെണ്ണിനോട് ചോദിക്കുമ്പോഴേ ശരിയാണല്ലോ, എനിക്കൊരു മുസ്ലിം ആണെന്ന് പറയുമ്പോഴെങ്ങനെ തലകുനിക്കേണ്ടി വരുന്നത് ഇത്തരം ചില നിയമങ്ങൾ ഇസ്ലാമിൽ ഉള്ളത് കൊണ്ടാണല്ലോ എന്ന് വിചാരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണകാലത്തെ ഒരു ചരിത്രമാണ്. അദ്ദേഹം ഒരു സമയത്ത് ബസ്രയിലെ ഗവർണറെ നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ആരായിരിക്കണം ബസ്രയിലെ ഗവർണർ? ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും തഖ്വയുള്ള, നല്ല കാന്തദർശിയായ, ബുദ്ധിമാനായ, കാര്യത്തെ നീതിപൂർവം വിധി കൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനായിരിക്കണം ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ. ചില്ലറക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ അവസാനത്തിൽ റിയാസ് ബിൻ മുആവിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ബസ്രയിലെ ഗവർണറായിട്ട് നിശ്ചയിച്ചു. നല്ല ബുദ്ധിപൂർവതയുള്ള, കാലത്തിനോട് വർത്തമാനം പറയാൻ പറ്റുന്ന, നീതിപൂർവം കാര്യങ്ങളെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തഖ്വയുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ബസ്രയിലെ ഗവർണറാക്കി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു നാടുവാഴി വരുന്നുണ്ട്. അദ്ദേഹം റിയാസ് ബിൻ മുആവിയയോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ മതത്തിൽ, ഞാൻ താങ്കളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ മതത്തിൽ ലഹരി പാടുണ്ടോ? പാടില്ല, ഇസ്ലാമികത്തില്ല, ലഹരി പാടില്ല.
എന്തൊരു വിഡിത്തമാണ് നിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഇസ്ലാം ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലഹരിയെ നിങ്ങൾ എന്തിനാണ് ഹറാമായി കാണുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വെള്ളം കുടിക്കുന്നതിന് ഇസ്ലാമിൽ പ്രശ്നമുണ്ടോ? വെള്ളം കുടിക്കുന്നതിന് ഇസ്ലാമിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. മുന്തിരി തിന്നുന്നതിന് ഇസ്ലാമിൽ പ്രശ്നമുണ്ടോ? മുന്തിരി തിന്നുന്നതിനും ഇസ്ലാമിൽ പ്രശ്നമില്ല. എങ്കിലും ഞാൻ ഈ മുന്തിരിയും വെള്ളവും കൂടി ഒന്ന് മിക്സാക്കി ചെറിയൊരു പാത്രത്തിലാക്കി കുറച്ച് നാൾ മണ്ണിൻ്റെ അടിയിൽ ഒന്ന് എന്ത് ചെയ്തു, ഉഴുത്തി വെച്ചു. കുറച്ച് നാളിങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അത് കുടിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് ലഹരി എന്നും ഹറാമാണെന്നും പറയുന്നത്? എന്തൊരു വിഡിത്തമാണ്! ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇസ്ലാമിലെ അധിക നിയമങ്ങളും എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തോട് പറയാം, താങ്കൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കും, ഞാൻ താങ്കളോട് കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ താങ്കളെ വെള്ളം കൊണ്ടെറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കോ? വെള്ളം കൊണ്ടെറിഞ്ഞാൽ വേദനിക്കോ? ഇല്ലല്ലോ, ഇല്ല. ഞാൻ കുറച്ച് പൂഴി കൊണ്ട് താങ്കൾ എറിഞ്ഞാൽ വേദനിക്കോ? ഇല്ല. പൂഴി കൊണ്ട് മണൽ കൊണ്ട് എന്നെ എറിഞ്ഞാൽ എനിക്ക് വേദനിക്കില്ല. ഞാൻ കുറച്ച് കുമ്മായപ്പൊടി എടുത്ത് താങ്കൾ എറിഞ്ഞാൽ വേദനിക്കോ? ഇല്ല. കുമ്മായപ്പൊടി എടുത്ത് എറിഞ്ഞാലും എനിക്ക് വേദനിക്കില്ല. എങ്കിൽ ശരി, ഞാൻ കുറച്ച് വെള്ളവും പൂഴിയും കുമ്മായപ്പൊടിയും ഒന്ന് മിക്സാക്കി ചെറിയൊരു കട്ടയാക്കി അത് കുറച്ച് നാൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് താങ്കൾ എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, വേദനിക്കുന്നു മാത്രമല്ല അതൊരു ഇഷ്ടിക കട്ടയായിട്ടുണ്ടാകും, വേദനിക്ക മാത്രമല്ല ചിലപ്പോൾ എൻ്റെ മരണം തന്നെ അതുകൊണ്ട് സംഭവിച്ചേക്കാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ തിരിഞ്ഞു നിങ്ങൾക്ക് ഇസ്ലാം എന്തുകൊണ്ടാണ് ലഹരിയെ ഹറാമെന്ന് വിശേഷിപ്പിച്ചത്? ഞാൻ പറയുന്നത്, സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളെ ഒറ്റ ചോദ്യമായിട്ടായിരിക്കും പൊതുസമൂഹത്തിൽ ചോദിക്കുക. അതിലിങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചില ചോദ്യങ്ങളെ അതേ രീതിയിൽ മനസ്സിലാക്കി അതിനേക്കാൾ മൂർച്ചയുള്ള ചില മറുചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ഒരു തലമുറ തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടേണ്ടത്. നമ്മുടെ മക്കളിലൂടെ അത്തരത്തിലുള്ള ഒരു സമൂഹം ഉണ്ടാകണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും വേണം. കാരണം ഇത് അല്ലാഹുവിൻ്റെ ദീനാണ്. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനെ കൃത്യമായിട്ട് അറിയുന്ന, മനുഷ്യനെ കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും അവന്റെ നിയമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത അല്ലാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെതിരെയുള്ള ചോദ്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ സാധിക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് അതിനെ പ്രാപ്തരാക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മളുടെ വലിയൊരു ബാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം അല്ലേ, വിശുദ്ധ ഖുർആനിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ട്, പടച്ചോനെ ഒരു പ്രളയം കൂടി സംഭവിക്കുന്നു. പടച്ചോൻ എന്തൊക്കെയാണ് സംഭവിക്കുക? കാരണം രാത്രിയില് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ആരാണ് ഇതിനെ പിടിച്ചു വെക്കുക എന്നത് നമ്മൾ ചോദിച്ചു പോകുന്നത്. ആർക്കാണ് ഇതിനെ പിടിച്ചു വെക്കാൻ സാധിക്കുക? മഴയോട് ഇപ്പൊ നീ പെയ്യരുത് എന്ന് പറയുവാൻ ഏത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉന്നതനായ മനുഷ്യനാ സാധിക്കുക? അതിപ്പം പെയ്ത് കേട്ടോ പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾ മഴയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനാണോ അത് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുന്നത്, അതോ നിങ്ങളാണോ? ഈ മഴയെ പിടിച്ചു വെക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്നത് ചോദ്യം കൂടിയാണ്. ആ ചോദ്യത്തിലാണ്, ഞാനാണോ ഇത് വർഷിപ്പിക്കുന്നത്, അതോ നിങ്ങളാണോ? നിങ്ങളിൽ ആർക്കെങ്കിലും, നമ്മളിങ്ങനെ സയൻസിൽ ഇങ്ങനെ അതൊക്കെ പഠിക്കും, കടലിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും, മേഘങ്ങളിലേക്ക് ആക്കും, മേഘങ്ങളിൽ നിന്ന് മഴയായിട്ട് വർഷിക്കും, ബാഷ്പീകരിക്കും. അതിന്റെ സയൻസ് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ നിങ്ങളിൽ ഏതെങ്കിലും മനുഷ്യന് എപ്പോഴെങ്കിലും ഒരു തുള്ളി മഴ ആകാശത്ത് നിന്ന് വർഷിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന ക്വസ്റ്റ്യനും കൂടിയാണ് വിശുദ്ധ ഖുർആനിൽ ഞാനാണോ മഴ വർഷിപ്പിക്കുന്നത് അതോ നിങ്ങളാണോ എന്ന ചോദ്യത്തിന് പിന്നിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിദ്യാഭ്യാസത്തെ ചിന്തയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ മക്കളോട് ഒന്ന് ആലോചിച്ച് നോക്കാം. അവർ സയൻസ് പഠിക്കുന്നുണ്ട്, ഭാവിയിൽ നല്ല മിടുക്കരാണ്, അൽഹംദുലില്ലാഹ്. നിലവിലെ മുസ്ലിം വിദ്യാർത്ഥികൾ അവർ സയൻസ് പഠിക്കുന്നുണ്ട്, അവർ ബയോളജിയും ഫിസിക്സും ജോഗ്രഫിയും പഠിക്കുന്നുണ്ട്, അവർ കാലാവസ്ഥയെക്കുറിച്ചും മഴയെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഭ്രൂണത്തെക്കുറിച്ചും അല്ലെ കൈകാലുകളെക്കുറിച്ചും പിന്നെ എന്താണ് ചെവിയെക്കുറിച്ചും കറക്റ്റായിട്ട് അവർ പഠിക്കുന്നുണ്ട്. അവർ ശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരോ പിന്നെ സിസ്റ്റത്തെക്കുറിച്ചും അവർ പഠിക്കുന്നുണ്ട്.
എങ്കിലേ നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് പാരന്റിങ് എന്ന് പറഞ്ഞാൽ നിലവിൽ വലിയ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. നിലവിൽ മാത്രമല്ല, പാരന്റിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ സാധാരണ മക്കള് ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവരിങ്ങനെ പറയല്ലേ, അവരിങ്ങനെ പരീക്ഷയ്ക്ക് എഴുതും, മാർക്ക് വാങ്ങും, നല്ല ടാലന്റ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങും. നമ്മളതിങ്ങനെ അലമാരയിൽ കൊണ്ടുവെക്കും. ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നതിന് ശേഷം അവർ പ്രാർത്ഥിക്കും, എന്നാൽ എപ്പോഴെങ്കിലും മോനെ, നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിതെന്ന് നമ്മളെപ്പോഴെങ്കിലും അവരുടെ മക്കളെടുത്തിട്ടുണ്ടോ? എന്തിനാണമ്മ ഞാനിങ്ങനെ ബാത്റൂമിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്ന സമയത്തും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് എന്നത് എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ബാത്റൂമിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത്, നാഥ, എന്റെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുകയും എനിക്ക് പുറത്തു തരികയും ചെയ്ത നിനക്കാണ് സർവസ്തുതിയും തമ്പുരാനെ എന്ന് അകം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനായിരിക്കും അത് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു വയറിൽ ക്യാൻസർ വന്ന മനുഷ്യനെ എന്ന് ശരിക്കും ശരീരത്തിൽ നമ്മൾ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ശരീരത്തെ എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്ര മെഷീനുകൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? അവിടെ മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, പൈപ്പ് ഉണ്ട് അല്ലേ, അരിപ്പുണ്ട്, ഇങ്ങനെ ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഥവാ ചെവിയും കണ്ണും കാതും തലച്ചോറും കൈയും കാലും നാഡീ ഞരമ്പുകളും അടക്കമുള്ള വലിയൊരു സിസ്റ്റം മനോഹരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു വൈറൽ ക്യാൻസർ ബാധിച്ച ഒരു മനുഷ്യനോട് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അല്ലെങ്കിൽ വൃക്കയുമായി ബന്ധപ്പെട്ട അസുഖം ബാധിച്ച മനുഷ്യനോട് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പുറത്തു പോവാതെ 2 ദിവസം അവിടെ തന്നെ കെട്ടിക്കിടന്നു വിചാരിക്കുക, 2, 3, 4 ദിവസം. അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിന്റെ താഴെ ഇങ്ങനെ നീര് വെക്കും അല്ലെ, മൂത്രം കെട്ടിക്കിടക്കുന്ന ഡോക്ടേഴ്സ് പറയും. ഛർദ്ദിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, പക്ഷെ ഛർദ്ദി അങ്ങോട്ട് പുറത്തു പോകുന്നില്ല, മാലിന്യം പുറത്തു പോകുന്നില്ല. മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു തുള്ളി ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളം പോലും അങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നില്ല. കാരണം മാലിന്യം ഇങ്ങനെ കെട്ടി ശരീരം വീർത്ത് കെട്ടിയിരിക്കുകയാണ്. കിടക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ഒന്നും മനസ്സമാധാനത്തോടെ കണ്ണടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ, ഞാൻ കഴിച്ച മാലിന്യങ്ങൾ ഒരു 4 ദിവസം അവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നാല്, എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കാം, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, ഒന്നിരിക്കാനോ കിടക്കാനോ നടക്കാനോ സാധിക്കാത്തത്ര വിമ്മിട്ടത്തോടെ ഞാൻ കഴിഞ്ഞ 4 ദിവസം ഉണ്ടെന്ന് പഠിച്ചവന്, അതാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസം എന്ന് ആ മനുഷ്യൻ പറയും. ആ മനുഷ്യൻ ഒരിക്കലും പിന്നെ മറക്കൂല ഏത് പ്രാർത്ഥന? എന്റെ പ്രയാസങ്ങൾ പോക്കി എനിക്ക് ആശ്വാസം തന്ന, എനിക്ക് പൊറുക്കൽ തന്ന, എനിക്കെല്ലാം പൊറുത്തു തന്ന നിനക്കാണ് നാഥ സർവസ്തുതിയെന്ന് ആ മനുഷ്യനെ പ്രാർത്ഥിക്കണം. അപ്പൊ സ്വന്തം ശരീരത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമയാകുന്നതിനെ കുറിച്ച് ബയോളജി പഠിക്കുന്നതിനോടൊപ്പം തന്നെ, ശരീരശാസ്ത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് നന്ദി കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് പ്രേരിപ്പിക്കുവാനും സാധിക്കണം അല്ലേ? അപ്പോഴാണ് അവൻ നന്ദിയുള്ള മനുഷ്യനായിട്ട് മാറുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. കുടുംബത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പൊ മഴയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ചുരൽമലയിലും ഉണ്ടായ അപകടത്തിന്റെ 1 വർഷം നമ്മളിതിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്താണ് റബ്ബേ അവിടെയുള്ള കുട്ടികൾ പറഞ്ഞത്? പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകര് ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എനിക്ക് പറയാനുള്ളത്? അപ്പൊ അവൻ പറയുന്ന ഒരു വർത്താനുണ്ട്, എനിക്കിപ്പോൾ കുഞ്ഞു മഴ പോലും കാണുമ്പോൾ പേടിയാണ്. ഇങ്ങനെ ചെറുതായി തുടങ്ങിയ ഒരു മഴയുടെ രാത്രിയാണ് ഞാനും ഉമ്മയും ഉപ്പയും ഉമ്മമ്മയൊക്കെ എന്ത് ചെയ്തത്? ഉറങ്ങാൻ കിടന്നത്. ഇവിടെ എൻ്റെ വീടുണ്ടായിരുന്നു,
ഇവിടെ എൻ്റെ സ്കൂൾ ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ നമസ്കരിച്ച പള്ളി ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത് വെറും ചളിക്കൂമ്പാരമായിട്ട് ഇങ്ങനെ കൊഴുത്ത ചളിക്കട്ടയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ പഠിച്ച സ്കൂളുണ്ടായിരുന്നു, ഇവിടെയായിരുന്നു എൻ്റെ മനോഹരമായ വീട് എന്നൊരു ചളിക്കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് ഒരു കുട്ടി പറയുമ്പോൾ അവൻ അവസാനം പറയുന്ന വർത്താനം എന്താണ്? എൻ്റെ വീട്ടിൽ 9 പേരും ഒരു സമയത്ത് എന്ത് ചെയ്തു? ഇല്ലാതാണ്. എനിക്കിപ്പോൾ കുഞ്ഞു മഴ പോലും കാണുമ്പോൾ എന്താണ്? പേടിയാണ്. നമ്മളെന്നാലോചിച്ച് നോക്കാം, മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള പല മെസ്സേജുകളും. അതുകൊണ്ടാണ് ഓരോ കബറിടത്തിലെയും ഉപ്പ മക്കളെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നത് അല്ലേ? ഉമ്മ മക്കളെ തിരിച്ചറിഞ്ഞത് കയ്യിലണിഞ്ഞ മൈലാഞ്ചി കണ്ടിട്ടാണ് ഇതെന്റെ മോളുടെ കൈയാണ് എന്ന് ചില പാരൻസ് തിരിച്ചറിഞ്ഞത്. അതാ ഒരു കബറിടത്തിൽ 6 പേരുടെ ബോഡി പാർട്സ് കബറടക്കം ചെയ്തിട്ട് അതിന് ഒരാളുടെ കബറിടത്തിന്റെ പേരല്ല ഉള്ളത്. A1 എന്ന്, A2 എന്ന്, A3 എന്ന് നമ്പറുകൾ കൊണ്ട് കബറിടങ്ങൾക്ക് പേര് വിളിക്കേണ്ടി വന്ന ഒരവസ്ഥയെ കുറിച്ചും നമ്മൾ പത്രമാധ്യമങ്ങളിൽ കുറച്ച് അറിയിട്ടില്ല. അപ്പൊ അത്രമാത്രം നിസാരനാണ് മനുഷ്യൻ എന്നതാണ് നമുക്ക് ചുറ്റുമുള്ള ചില പാഠങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുക, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, അല്ലെ? അവരെ സ്നേഹിച്ച് കൂടെ നിർത്തുക. ഈ ജീവിതത്തിൽ തനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം മനോഹരമായിട്ട് നിർമ്മിക്കുക. നമ്മുടെ സമയത്തെ കുറിച്ച് ബോധവാന്മാരാവുക. ഇത് പറയാൻ കാരണം പലപ്പോഴും ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കുന്നുണ്ട്. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് ഞാൻ സാധാരണ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ പോയാൽ അവരോട് പറയലേ, മക്കളെ നിങ്ങളുടെ സമയത്തെ കുറിച്ച്, അവരോട് മാത്രമല്ല കേട്ടോ, പാരൻസിനോടും പറയാനുള്ളത്, നമ്മുടെ ബന്ധങ്ങളെ വിള്ളൽ വീഴ്ത്തുന്ന ഒന്നായിട്ട് നമ്മുടെ സ്ക്രീൻ ടൈം മാറുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാണ്. അല്ലേ? എത്ര സമയം നമ്മൾ നമ്മളുടെ മക്കളുമായിട്ട് സംസാരിക്കാറുണ്ട്? അത് ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ. എത്ര സമയമാണ് ഇണകൾ തമ്മിൽ സംസാരിക്കാറുള്ളത്? എത്ര സമയമാണ് നമ്മൾ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കാറുള്ളത്? എത്ര സമയം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എത്ര സമയമാണ്, എത്ര ക്വാളിറ്റി ടൈമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്? നമ്മുടെ ഇണക്ക് വേണ്ടി കൊടുക്കുന്നത്, കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാലോ അല്ലേ? ഒരു റീലിൽ നിന്നും വേറെ റീലിലേക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആകെ പണിയെടുക്കുന്ന വിരൽ മാത്രമായിരിക്കും. നമ്മളുടെ എത്ര സമയം ഇത് കവർന്നു എന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു നിശ്ചയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പുതിയ പുതിയ അസുഖങ്ങളുടെ പേരൊക്കെ പറയുന്നത്. എന്താണ്? ബ്രെയിൻ ഫോഗ് എന്നാണ് പുതിയൊരു അസുഖത്തിന്റെ പേരൊക്കെ. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാല് തലച്ചോറിൽ ഒരു മഞ്ഞക്കെട്ട അല്ലെങ്കിൽ മേഘക്കട്ട പോലെ തലവേദന കൂടുതലുണ്ടാവുക, മറവി കൂടുതലുണ്ടാവുക. എന്തിനാണ് ഞാൻ ഫോൺ എടുത്തതെന്ന് പോലും ഓർമ്മയിൽ വരാൻ കുറച്ച് സമയമെടുക്കുക, ഒന്നിലും കോൺസെൻട്രേഷൻ ലഭിക്കാതിരിക്കുക, ഉറക്കമില്ലായ്മ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ എല്ലാത്തിനെയും മെല്ലെ മെല്ലെ തകർത്ത് കളയുന്ന ഒന്നിലേക്ക് നമ്മുടെ സ്ക്രീൻ മാറുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. മക്കളോട് ധാരാളമായിട്ട് സംസാരിക്കണം. പാരന്റിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളോട് ധാരാളമായിട്ട് സംസാരിക്കണം എന്നുള്ളത്. വെറും സംസാരമാണോ അത്? നമ്മൾ സാധാരണ പറയും ചെറിയ മക്കൾ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് സംസാരിക്കുന്നവരെ അവർക്ക് എന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുണ്ടാകുന്നത്? ഉമ്മാനോട് ഉപ്പാനോടും കൂടിയാണ് കേട്ടത് പറയുന്നത്. ഒരാളടുത്ത് മാത്രമല്ല. അവരിങ്ങനെ സാരി തുമ്പോ അല്ലെങ്കിൽ ഷർട്ടിന്റെ തുമ്പോ ഉപ്പ 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 എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, ഓനെ ഇന്ന് ടീച്ചർ വർക്കാക്കി, എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു, പിന്നെ അവന് നല്ലോണം അടിച്ച് പാവം കരഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അവൻ്റെ ടിഫിൻ കാണണം, അതിങ്ങനെ തുറക്കുമ്പോൾ ഉപ്പ എന്ത് രസമാണെന്ന് അറിയാതെ ഇങ്ങനെ കാണാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് തുറക്കും. അവൻ്റെ കൊട കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മുകളിൽ 2 ചെവി പോലെ ഒന്നുണ്ട് അല്ലേ? അവരുടെ ലോകത്തെ ഏറ്റവും മനോഹരമായ വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെറുതായ കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കാം. അപ്പൊ എന്താ നമ്മൾ പറയുന്നവരോട്? ഉമ്മ എന്താ പറയാ? അല്ലെങ്കിൽ 100 കൂട്ടം പണിയുണ്ട് എൻ്റെ പൊന്നാര മോനെ, കുറച്ച് സമയം ഒന്ന് ആടെ പോയിട്ടിരുന്നു, അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടോ, അല്ലെങ്കിൽ ഗെയിം കളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം TV കണ്ടോ, രാവിലെ തുടങ്ങിയ പണിയാണ്, ഒരു രക്ഷയില്ല. ഇനി നിന്റെ ചോദ്യത്തിന് എന്താണെന്താ റബ്ബേ ഒരു നടക്കാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ ചോദ്യം ചോദിക്കും. ആരാണമ്മ ആകാശത്ത് നിന്ന് വെള്ളം ഒഴിക്കുന്നത് താഴേക്ക് മഴ പെയ്യുമ്പോഴേ? ആരാണമ്മ ആകാശത്ത് നിന്ന് ചെണ്ട കൊട്ടുന്നത്
ഇടിമുട്ടുമ്പോൾ? ആരാണ് ആകാശത്ത് നിന്ന് ടോർച്ചടിക്കുന്നത് മിന്നലടിക്കുമ്പോൾ? അല്ലേ? ആരാണമ്മ ഈ ബട്ടർഫ്ലൈക്ക് ഇത്രമാത്രം മനോഹരമായ കളറിങ് നടത്തിയത്? ആരാ? എന്തിനാണമ്മ ഒരു ഉറുമ്പിന്റെ പിറകെ വേറൊരു ഉറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് ക്യൂ ആയിട്ട് പോകുന്നത്? കല്യാണത്തിന് പോകണോ? എത്ര വൃത്തിക്കാണ് അവരിങ്ങനെ ക്യൂ നിൽക്കുന്നത്? ഇങ്ങനെ ചോദ്യങ്ങളിൽ നിന്നും ചോദ്യങ്ങളിലേക്ക് അവരിങ്ങനെ പോകുമ്പോൾ എന്താണ് നമ്മൾക്ക് ഉത്തരവില്ലാതെ? നമ്മൾ അവരെ മനോഹരമായിട്ട് മാറ്റി നിർത്തിയാൽ, ഒതുക്കി നിർത്തിയാൽ, അല്ലെങ്കിൽ കുറെ പണിയുണ്ട്, കുറച്ച് സമയം ഒന്ന് സ്വസ്ഥത, ഒന്ന് നിന്റെ വായി ഒന്ന് കൂട്ടി, അടങ്ങാത്ത ചോദ്യം, ഒരു രക്ഷയില്ലാതെ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലേ, ഒരു +2 പ്രായത്തിൽ എത്തുമ്പോൾ അവരിങ്ങനെ എന്ത് ചെയ്യും? മഗ്‌രിബിന്റെ സമയത്ത് പുറത്തു പോയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു ബേജാറുണ്ടാവുക. ഇല്ല മോനെ, നീ തറഫിലേക്ക് തന്നെയാണ് പോയത്. ആരാ നിന്റെ ഫ്രണ്ട്സ്? എന്തൊക്കെയാ കേൾക്കുന്നത് അല്ലേ? കഞ്ചാവിന്റെ വിവിധ വേർഷനുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. മണമുള്ളത്, മണമില്ലാത്തത്, തിരിച്ചറിയപ്പെടാൻ പറ്റുന്നത്, തിരിച്ചറിയപ്പെടാത്തത്. അല്ല, നിന്റെ ഫ്രണ്ട്സൊക്കെ ആരാ? നീ എങ്ങോട്ടാണ് ഈ രാത്രി ഇങ്ങനെ പോകുന്നത്? എന്തെന്നാണല്ലോ നീ ഇങ്ങനെ ഫോണിൽ ആരോടാണ് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്? നിന്റെ കൂട്ടുകാരൊക്കെയാണ് മോനെ? ഒരു +2 ഒക്കെ എത്തിയ മോനോട് അല്ലെങ്കിൽ മോളോട് ഇങ്ങനെ മെല്ലെ മെല്ലെ ബേക്കിലേക്ക് നടന്നു പോകുമ്പോഴേ, ചെറുപ്പത്തില് അവരെ നമ്മൾ എങ്ങനെയാണോ നൈസായിട്ട് ഒതുക്കി നിർത്തിയത്, അതിനേക്കാളും നൈസായിട്ട് അവരെന്ത് ചെയ്യും? നമ്മളെ ഒതുക്കി നിർത്തും. ഡോറിന്റെ ഒരു സൗണ്ട് കേൾക്കും, അപ്പേന്നുള്ളൊരു സൗണ്ട് കേൾക്കും, പിന്നെ ഒന്നുള്ള ആള് ഉണ്ടാകുന്ന ഒറ്റ കമന്റ് മാത്രമല്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. രണ്ടേ കമന്റിൽ മനോഹരമായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ അവർ ഒതുക്കി നിർത്തിയതിനെ പോലെ അതിനേക്കാൾ മനോഹരമായിട്ട് ചിലപ്പോൾ അവരെന്തെയും നമ്മളെ ഒതുക്കി നിർത്തും. അപ്പൊ ഉത്തരം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, അവർക്ക് ഉത്തരം കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരം കൊടുക്കുന്നത് നമുക്ക് സാധിക്കണം. അപ്പൊ സംസാരം എന്ന് പറയുന്നത് അല്ലെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ ഹക്കീം അദ്ദേഹത്തിന് മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ. ഞാൻ പറയാം, പാരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ അതൊന്ന് പ്രയോറിറ്റി ലിസ്റ്റിൽ പഠിച്ചാലേ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് അത് പഠിപ്പിക്കപ്പെടും. അത് ആദ്യം അദ്ദേഹം തന്റെ മകനോട് പറയുന്നത്, മോനെ, അല്ലാഹുവിൽ നീ യാതൊന്നിനെയും നീ പങ്കു ചേർക്കരുത്. അല്ലാഹുവിലേക്ക് നീ യാതൊന്നിനെയും മോനെ, അല്ലാഹുവിനെ കുറിച്ച് നീ അല്ലാഹുവിലേക്ക് നീ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. നിന്റെ രക്ഷിതാവ് നിനക്ക് ഭക്ഷണം തരുന്നവൻ, നിന്റെ പ്രയാസങ്ങൾ മാറ്റുന്നവൻ, നിനക്ക് ശിഫ നൽകുന്നവൻ, നിനക്ക് വെള്ളവും വെളിച്ചവും നൽകുന്നവനെല്ലാം അല്ലാഹുവാണെന്നുള്ള തൗഹീദിൽ നീ എന്തെയ്യണം? ഉറച്ചു നിർത്തണം. ആദ്യം തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് രണ്ടാമതായിട്ട് പാരന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ മോനെ, നീ എന്ത് ചെയ്യരുത്? നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസ്രിയ. മോനെ, നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ നീ പെരുമാറണം. നിന്റെ മാതാവ് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചിട്ടാണ് നിന്നെ ഗർഭം ധരിച്ചത്. അതുകൊണ്ട് നീ എനിക്ക് നന്ദി കാണിക്കുക, അവർക്കും നന്ദി കാണിക്കുക, എനിക്കും നന്ദി കാണിക്കുക. എന്നിലേക്കാണ് നിന്റെ മടക്കമെന്ന് നീ ഓർക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ പാരന്റ്സ് സഹിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവരോട് പറയണം എന്നതാണ് അതിന്റെ ഒരു ഫിലോസഫി അല്ലേ? ഉമ്മ എങ്ങനെയാണ്? ഉപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ ഈ ഉമ്മാനോട് അങ്ങനെ പറയരുത് കേട്ടോ. നീ നോട്ടൂക്ക്, മോനിങ്ങനെ പ്രയാസമുള്ള പ്രഗ്നൻസ് ആയ സമയത്ത് ചില സമയത്ത് ഡോക്ടേഴ്സ് പറയും പ്രഷർ കൂടുതലുണ്ട് കേട്ടോ, ഷുഗർ കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം വേണ്ടാന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ചില സമയത്ത് രാത്രി ഇങ്ങനെ ഉറക്കത്തിൽ ഇരുന്നിട്ട് അവളിങ്ങനെ കാല് തടവന്ന് കാണാം, ഇടക്കിടക്ക് അവൾ ഇങ്ങനെ മസിൽ കയറും. നീ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10 കിലോത്തിന്റെ അരി അല്ലെങ്കിൽ ഒരു 2.5-3 കിലോന്റെ അരി, 3.5 കിലോന്റെ അരി ഒരു 9 മാസക്കാലം നിന്റെ വയറിൽ ഇങ്ങനെ വെച്ച് നടക്കുന്നത് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. 3.5 മാത്രമല്ല, അതിൽ വെള്ളമൊക്കെ കൂടെ ഏകദേശം 5 അടുത്തുണ്ടാകും അല്ലേ? അപ്പൊ 5 കിലോ അരി നീ ഇങ്ങനെ വയറിന്റെ അടുത്ത് ഇങ്ങനെ വെച്ച് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ശരിയാവുന്നൊന്ന് കിടന്നിട്ട് ഒന്ന് റാഹത്തായിട്ട് കിടക്കണമെന്നൊരു ഉമ്മ ആഗ്രഹിക്കുന്നത് നീണ്ടു നിവർന്ന് കിടക്കണമായിരുന്നു എന്ന് വിചാരിക്കുമ്പോഴും
അനക്കത്തിനെ, കുഞ്ഞിന്റെ ചലനത്തിനെ, കുഞ്ഞിന്റെ നാടിമിടിപ്പിനെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് വളരെ പതുക്കെ കുഞ്ഞിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും, അതിന്റെ കിടത്തത്തെ അവൾ ക്രമീകരിക്കും. അപ്പൊ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവൾ കിടക്കും. അപ്പോൾ ഒരു മാതാവ് അനുഭവിക്കുന്ന പ്രയാസത്തെ കുറിച്ച് നീ എന്നറിയോ, 4 മാസക്കാലം വെള്ളം പോലും ഇറക്കാൻ സാധിക്കാതെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം അവൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപാരമായ ക്ഷീണം കാരണം അവളിങ്ങനെ തലവെക്കും, പിന്നെ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ, നിന്റെ തുടിപ്പ് കാണുമ്പോൾ അവൾ എത്ര സന്തോഷിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പൊ ഉമ്മാവ് പറഞ്ഞെടുക്കണം ഉപ്പാനെ കുറിച്ചിട്ട്. നീ ആദ്യമായിട്ട് അനങ്ങിയ വിവരം അറിഞ്ഞപ്പോ എൻ്റെ ഉപ്പ എത്ര ഹാപ്പി ചെയ്യുന്നറിയോ? സുഖല്ലിടാൻ നടക്കിടക്ക് എന്നോട് ചോദിക്കുക. നിന്നെ കാത്തിരുന്ന നിമിഷങ്ങളെ കുറിച്ച് നിനക്കറിയാൻ പോലെ. അപ്പൊ പ്രയാസത്തിനെ കുറിച്ച്, നമ്മൾ അനുഭവിക്കുന്ന സ്വപ്നത്തിനെ കുറിച്ച് നമ്മുടെ മക്കളോട് പറയണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവൾ നിന്നെ നിർബന്ധിച്ചത്. മാതാപിതാക്കളോട് നന്മ കാണിക്കുക, എന്നോടും നന്ദി കാണിക്കുക. പിതാവിനെ കുറിച്ചും പറയണം. ചിലപ്പോഴേ ഉപ്പാന്റെ അധ്വാനം ചിലപ്പോൾ നമ്മൾ കാണൂല, അല്ലേ? ഉപ്പാന്റെ അധ്വാനം ചിലപ്പോഴും നമ്മൾ കാണൂല. കാരണം ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഉപ്പ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണല്. അതിമനോഹരമായ ഒരു ക്യാപ്ഷനാണ്. നമ്മൾ പ്രവാസികളായ പേരൻസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. പ്രവാസികളായ ഉപ്പയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നല്ല ഉടുപ്പ് വാങ്ങി ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ, ഒന്നും കുറവൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഉപ്പ ഇങ്ങനെ ചോദിക്കും. മൈലാഞ്ചൊക്കെ ഇട്ടോ എൻ്റെ കുട്ടി, വളയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? മോന് പറയുന്ന ഷൂ വാങ്ങിക്കൊടുത്ത്, കുറച്ച് പൈസ കൊടുത്തത് സാരില്ല കേട്ടോ, അത് വാങ്ങിക്കൊടുത്തേന്ന് പറയും. അപ്പോഴാണ് തിരിച്ചു ചോദിക്കുക, ഉപ്പ ഉപ്പായ എടുത്തോ അല്ലേ? അപ്പൊ തിരിച്ചുള്ള മറുപടി എന്തായിരിക്കും? ആ, ഉപ്പ ഉപ്പായ എടുത്തു. ഒരു മറുപടി മാത്രമേ ഉണ്ടാകൂ. ഉപ്പാന്റെ പെരുന്നാളിന്റെ ഉപ്പാക്ക് ഫോൺ വിളിക്കുന്ന സമയത്ത് ഉപ്പ എന്ന ബീച്ചിലും പാർക്കിലൊന്നും പോകുന്നില്ലേ, ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിക്കായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോഴേ അപ്പുറത്തു നിന്നും ഒരു ചിരി മാത്രമേ ഉണ്ടാവും. കാരണം എന്താ? ഉപ്പാക്ക് ആകെ കിട്ടിയ ലീവിന്റെ പുറത്തെ ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പ രാവിലെ തന്നെ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ആകെ ഉണ്ടാക്കിയ കൂട്ടുകാരൊക്കെ കൂടി ഉണ്ടാക്കി ഒരു ബിരിയാണി കഴിച്ച് കിടന്നിട്ടുണ്ടാവും. അന്നത്തെ ആ ലീവിനെ ഒന്ന് ആസ്വദിക്കാൻ. പക്ഷെ ചിരിച്ചുകൊണ്ട് മാത്രമായിരിക്കും മറുപടി. അവിടെ അവർ കഴിച്ച ചെറിയ ഉണക്കുറൊട്ടിയോ പരിപ്പ് കറിയോ, നിരന്തരമായിട്ടുള്ള പരിപ്പ് കറി. അപ്പൊ ചെറിയൊരു കാറ്റുകട്ടയിൽ കടത്തുമോ എന്നും നാട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, കുടുംബത്തെ, കുട്ടികളെ അറിയിക്കാതെ ഏറ്റവും മനോഹരമായിട്ട് അവരെ ജീവിപ്പിക്കുകയും തൻ്റെ യൗവനവും തൻ്റെ നല്ല കാലവും തൻ്റെ ആരോഗ്യവും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തത് പലപ്പോഴും എന്തെയ്യുന്ന ആരും കാണാറില്ല. അത് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഒരു കഥയുണ്ട്. ഒരു കുട്ടി അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തിരിക്കുന്നുണ്ട്. അച്ഛന് വയസ്സായി. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചാരികസയിൽ പുറത്തിരിക്കുകയാണ്. അപ്പൊ ഉദ്യോഗസ്ഥനായ മോനെ അവിടെ ഇങ്ങനെ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ മോനോട് അച്ഛൻ ചോദിച്ചോ, എടാ അന്ന് ആ മരക്കൊമ്പിലിരിക്കുന്നത് കാക്ക തന്നെയാണോ അതോ പരുന്തോ? കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറച്ചിങ്ങനെ കുറഞ്ഞു വരില്ല. അപ്പൊ അച്ഛനോട് പറഞ്ഞത് നോക്കിയിട്ട് പറഞ്ഞത് കാക്കയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും ചോദിച്ചു, മോനെ അത് കാക്ക തന്നെയാണോ? എനിക്ക് പരുന്താണെന്ന് തോന്നുന്നല്ലോ. കാക്ക തന്നെയാണോ അതോ പരുന്താണോ? അച്ഛാ അത് കാക്കയാണ് അച്ഛാ, ഞാൻ പറഞ്ഞല്ലേ ഇരിക്കാൻ അല്ലേ. മൂന്നാമതും ചോദിച്ചു. കുറെ സമയം കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നോക്കി, എന്നിട്ട് അത് കാക്ക തന്നെയാന്ന് തോന്നുന്നു അല്ലേ, അല്ല പരുന്താണെന്ന് തോന്നുന്നു. നീ നോക്കുന്നതിന്റെ ചിറകൊക്കെ എനിക്ക് എത്ര നോക്കിയിട്ട് നമുക്ക് പരുന്താണെന്നാ തോന്നുന്നു. അപ്പം മോൻ പറഞ്ഞ അച്ഛൻ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവാതെ എത്ര സമയം പറയുന്നത് ഞാൻ കാക്കയാണ് പിന്നെ പരുന്താണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്ത് ചെയ്തു, ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന അമ്മ, അച്ഛൻ പിന്നെ സൈലന്റ് ആയിട്ടാണ്. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന അമ്മ എന്ത് ചെയ്തു, റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ഡയറി കൊണ്ടുവന്നു. ആ ഡയറിയിൽ ഒരു കാർഡ് കാണിച്ചിട്ട് ഒരു പേജ് കാണിച്ചു പറഞ്ഞു, മോനെ നീ ഒന്ന് വായിക്കില്ല. അതിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്, ഇന്ന് എൻ്റെ മോനെ ഞാൻ കാക്കയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവനൊരു 100 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, അച്ഛൻ ഇതേതാ പക്ഷി, ഇതേതാ പക്ഷി, ഇതേതാ പക്ഷി.
കാക്ക എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പിന്നെയും അവൻ ചോദിച്ചു, എന്ത് ഇതേതാ പക്ഷി, ഇതേതാ പക്ഷി. ഒടുവിൽ ഞാനൊരു 100 തവണയെങ്കിലും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും കാക്കയാണെന്ന്. പക്ഷെ അവസാനം എൻ്റെ മോൻ ആ പക്ഷിയുടെ പേര് കുഞ്ഞുവായിൽ കുഞ്ഞുങ്ങനെ അവനെന്ത് കാക്ക എന്ന് ആദ്യമായിട്ടത് പറഞ്ഞു. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത്, മക്കളോടുള്ള വർത്തമാനം എന്ന് പറയുന്നത് അല്ലേ, അവർ നമ്മളിലൂടെ കണ്ടുപിടിക്കുന്നത് കൂടിയാണ് എന്ത് ജീവിതം. കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കുടുംബത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കുറിച്ച് അല്ലെ, പരസ്പര ബഹുമാനത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ച്, നന്ദിയുള്ള അടിമയായി തീരേണ്ടതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുകയും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. പാരന്റിങ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വലിയൊരു സാധനം. നമുക്കൊരിക്കലും ട്രെയിനിങ് കിട്ടാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കിട്ടേണ്ട സാധനം എന്താണ്? പാരന്റിങ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അനുഗ്രഹമാണ്. എന്താണോ നമുക്ക് അവർക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ചു കിട്ടുക എന്നത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അവസാനമായിട്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ചിലപ്പോഴേ ജാതീയതയെ കുറിച്ചൊക്കെ അല്ലേ, വേടനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, വേടന്റെ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കർത്തവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, വേടൻ പറയുന്ന മുദ്രാവാക്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ഫലസ്തീനിനെ കുറിച്ച്, ഗസയെ കുറിച്ച്, ആസിഫ എന്ന് പറയുന്ന പിഞ്ചു ബാലിക ക്ഷേത്രത്തിൽ വെച്ച് റേപ്പ് ചെയ്തതിനെ കുറിച്ചൊക്കെ വേടൻ പാടും വിളിച്ചിട്ട് ആളുകൾക്കത് കൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ കഴിവുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു വര മതിയാകും, അല്ലെങ്കിൽ ഒരു വരി മതിയാകും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ. എഴുന്നേറ്റ് നിന്ന് ചോദിക്കുവാൻ കെൽപ്പുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. എഴുന്നേറ്റ് നിന്ന് കെൽപ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അലൈസ മിൻകും റജുലൻ റശീദ, നിങ്ങൾ പക്വതയുള്ള നിലപാട് പ്രഖ്യാപിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മനുഷ്യനില്ലേ? ഞാൻ ആണിനെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന ഒരു സമൂഹത്തില്, ആണിനെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, അലൈസ മിൻകും റജുലൻ റശീദ, എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ ഒരു മനുഷ്യനുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ വഹീ മൂലമാണ്. വിശുദ്ധ ഖുർആനിൽ ആ ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഒരു അതിക്രമം സംഭവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമ്പോൾ, ഒരു സമൂഹത്തിൽ ചില നിയമങ്ങൾ വലിയ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത്, ക്യാമ്പസുകൾ അതിന്റെ പൊളിറ്റിക്സ് ആഘോഷിക്കപ്പെടുന്ന സമയത്ത്, നമ്മളിൽ തന്നെ പലരും അതിനെ വലിയ LGBTQ രാഷ്ട്രീയത്തെയൊക്കെ അല്ലെങ്കിൽ സവർണാനുരാഗത്തെ വലിയൊരു പൊളിറ്റിക്സ് ആയിട്ട് ആഘോഷിക്കുന്ന സമയത്ത് അലൈസമിക്കും റുജുലൻ റശീദ, നിങ്ങളിൽ പക്വതയുള്ള നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനുമില്ല എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് പ്രസക്തിയുള്ള ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് പറ്റണം. ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം നൽകുന്ന ഉപദേശത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് നിർത്താണ്. അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഉപദേശം വളരെ പ്രധാനപ്പെട്ട 2-3 ഉപദേശമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നോക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് മോനോട്, മോനെ, നീ ഒരു മനുഷ്യനെ എന്ത് ചെയ്ത് നിസാരമായി കാണരുത്. മോനെ, നീ നിന്റെ കവിളിനെ ഒരു മനുഷ്യനെ തൊട്ടും തിരിച്ചു കളയരുത്. എന്താ കവിള് തിരിക്കാൻ എന്നാണ്? ഓക്കെ, നമ്മളുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആക്ഷനെയാണ് അള്ളാഹു ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. കവിള് തിരിക്കാൻ നമ്മൾ എന്താ മീൻവെട്ടുകാരൻ, നെല്ലുകൾ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, അല്ലേ, കറുത്തവൻ, ഇങ്ങനെ നമ്മൾ ചില എന്താ പറയുക ഒരു ഇത് നൽകി ചില മനുഷ്യരെ നമ്മൾ എന്തെയ്ത് നിസാരമായി കാണരുത്. ഒരു മനുഷ്യന്റെ മേലെയും മോനെ എന്തെയ്ത് നിന്റെ കവിൾത്തടത്തെ തിരിച്ചു കളയരുത്. സവർണ ജാതീയതയുടെ രാഷ്ട്രീയത്തിനെതിരെ വർത്തമാനം പറയുന്നവർക്ക് പറ്റണം. മോനെ ഒരിക്കലും നീന്തരുത്. അഹങ്കാരത്തോടു കൂടി ഭൂമിയിലൂടെ നടക്കുകയും ചെയ്തത്. വിനയമുള്ള മനുഷ്യനായിട്ട് എന്റെ മോൻ മാറുന്നുണ്ടോ?
ബുനയ്യ ഇന്നഹ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. നിലവിലെ സദാചാര മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വർത്തമാനം കൂടിയാണ്. മോനെ, നീ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് നീ ആകാശത്തിനിടയിൽ എവിടെയെങ്കിലോ ഭൂമിയിൽ എവിടെയെങ്കിലോ അല്ലെങ്കിൽ ഒരു പാറക്കെട്ടിനിടയിൽ എവിടെയെങ്കിലും നീ ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് ഇന്തൊക്കെ മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അതൊരു ധാന്യത്തിന്റെ അണുമണി തൂക്കമാണെങ്കിലും ശരി, യഅതി ബിഹല്ലാഹ്, അത് അല്ലാഹു കണ്ടുകൊണ്ടോ. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നീ ചെയ്യുന്ന ഒരു തെറ്റുണ്ടല്ലോ, നീ അത് എത്ര സൂക്ഷ്മമായിട്ട് എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അത് അല്ലാഹു കൊണ്ടുവരും കേട്ടോ. മോനെ ഇന്ന് അദ്ദേഹം മകന് കൊടുക്കുന്ന നിർദ്ദേശം. അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ, അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ, സമകാലിക സമൂഹത്തിൽ നമുക്ക് ഇസ്ലാമിൽ നേരെ വരുന്ന ചോദ്യങ്ങളെ, ഫാമിലി എന്ന് പറയുന്ന മനോഹരമായ സ്ഥാപനത്തെ, പാരന്റിങ് എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്തത്തെ തീർച്ചയായിട്ടും ഗൗരവത്തിൽ പഠിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. ജീവിതത്തിൽ മക്കളോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് രക്ഷിതാക്കളും മാറുക. ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാനുള്ള ഒരു സാമൂഹ്യ വീട് കുടുംബാന്തരീക്ഷ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചേർത്ത് പിടിച്ചവരെ പഠിപ്പിക്കുക. ആ മൂല്യങ്ങൾ സ്നേഹത്തിലൂടെ അവർക്ക് നൽകുവാൻ സാധിക്കുക. അങ്ങനെ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന, ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്ന ഇസ്സത്തുള്ള ഒരു ജനവിഭാഗമായിട്ട് മാറുവാൻ നമ്മുടെ മക്കളെയും അമ്മയും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും നാളെ റബ്ബിൻ്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെയും പാപഭാരം വഹിക്കുന്ന ഒരു മനുഷ്യൻ്റെയും പാപം വേറൊരാളുടെയും പാപം എന്തെങ്കിലും വഹിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഓരോ മനുഷ്യന്റെയും കർമ്മം അള്ളാഹുവിന്റെ അടുത്ത് കാണുക തന്നെ ചെയ്യും, ഒരു കുറവുമില്ലാതെ. അതുകൊണ്ട് തന്റെ കാര്യം തന്നെ മതിയായ ഒരു ദിവസം വരും. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും സഹോദരനിൽ നിന്നും ഇടയിൽ നിന്നും ഓരോ മനുഷ്യനും ഓടി ഒളിച്ചിട്ട് എന്തായിരിക്കും എന്റെ റിസൾട്ട് എന്ന് ആലോചിക്കുന്ന മനുഷ്യനുള്ള ഒരു കാലം. ആ സമയത്തേക്ക് അധ്വാനിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ സാധിക്കുന്ന, നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ എൻ്റെ ആയുസ്, എൻ്റെ അറിവ്, എൻ്റെ ഊർജ്ജം നാഥ നിനക്ക് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ചത്. നീ എന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവനല്ലയോ എന്ന് പറയുമ്പോഴേ, അതെ, ഞാൻ എന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെന്ന് റബ്ബ് പറയുന്ന ആ സത്യവിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി നാഥൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവൻ കൽപ്പിച്ച രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇനിയും ധാരാളമായി വായിക്കുകയും പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യുന്ന മക്കൾ, അതിനനുസരിച്ചിട്ട് ഒരു വലിയ മാനുഷിക മൂല്യമുള്ള, അനീതിയോട് ശബ്ദിക്കുന്ന, കലഹിക്കുന്ന, അനീതിക്കെതിരെ വർത്തമാനം പറയുന്ന, ജനസേവനം ചെയ്യുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, കുടുംബത്തിനെ സ്നേഹിക്കുന്ന, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന മക്കളാക്കിയിട്ട് നാട്ടിൽ നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ നാട്ടിൽ സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ ഒരു സംഗമങ്ങൾ എന്തെയ്യുക, അതിൻ്റെ പ്രതിനിധിയിലേക്ക് നാഥ, മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി പണിയെടുക്കുന്ന, അതിൻ്റെ വിമോചനത്തിന് വേണ്ടി പണിയെടുക്കുന്ന, അതിൻ്റെ വിമോചനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്ന അവിടെയുള്ള കുഞ്ഞു മക്കളുടെയും ഉമ്മമാരുടെയും ബാപ്പുമാരുടെയും യുവാക്കളുടെയും രക്തസാക്ഷിത്വത്തെ നാഥനെ സ്വീകരിക്കണമേ. നാഥ, മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കണമേ. നാഥ, ഗസയുടെയും ഫലസ്തീനയുടെയും ജനതയുടെ വിമോചനം നാഥ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കാണുവാനുള്ള ഭാഗ്യം തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണമേ. നാഥ, ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.